Hi. Today we are going to discuss about the topic teaching as a profession. One child, one teacher, one book, one pen can change the world. മലാല യൂസഫ്സായുടെ വാക്കുകളാണിത്. വൺ ടീച്ചർ ക്യാൻ ചേഞ്ച് ദി വേൾഡ്. അല്ലേ, നമ്മളെ ഒരു സൊസൈറ്റിയിലെ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനെ വാർത്തെടുക്കുന്നത് തന്നെ ആരാണ്? ടീച്ചേഴ്സാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ടീച്ചിങ് ആസ് എ പ്രൊഫഷനാണ്. അപ്പോൾ ഈ ടീച്ചിങ് ആസ് എ പ്രൊഫഷനിൽ ഫസ്റ്റ് നമുക്ക് ടീച്ചിങ് എന്താണെന്ന് നോക്കാം. Teaching is a process that facilitates learning. Teaching is the specialized application of knowledge, skills, and designed to attribute unique service to meet the educational needs of the individual and of society. ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ടീച്ചിങ് ഈസ് എ പ്രോസസ് ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. അടുത്തത് ടീച്ചിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സർവീസ് ടു ദി സൊസൈറ്റി, അല്ലേ? അങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത് വളരെ എന്തായിരിക്കണം? പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. അതുപോലെ നല്ല നോളജ് ഉള്ളതുമായിരിക്കണം. ഈ നോളജും സ്കിൽസും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് അക്വയർ ചെയ്യുന്നതായിരിക്കണം. ഒരു ഇൻഡിവിജ്വലിൻ്റെ സൊസൈറ്റിയുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ ടീച്ചിങ് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ട്രെയിനിങ്ങിലൂടെയും അതുപോലെ എഡ്യൂക്കേഷനിലൂടെയും ഒക്കെ അക്വയർ ചെയ്യുന്നതായിരിക്കണം ഈ സ്കിൽസും നോളജും ഒക്കെ. അപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജാണ്, സ്കിൽസാണ്. അത് എന്ത് ചെയ്യാനുള്ളതാണ്? സർവീസ് ടു മീറ്റ് ദി എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ഓഫ് സൊസൈറ്റി. നെക്സ്റ്റ്, ദ ചോയ്സ് ഓഫ് learning activities whereby the goals of education are realized in the school is the responsibility of the teaching profession. ടീച്ചിങ് പ്രൊഫഷൻ്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഹൗ ടു ഇമ്പാർട്ട് ലേണിംഗ് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ്റെ ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ലേണിംഗ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക, പ്രോസസ്സ് തിരഞ്ഞെടുക്കുക, ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ടീച്ചിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ടീച്ചിങ് പ്രൊഫഷൻ്റെ മെയിനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ്, ഇൻ അഡീഷൻ ടു പ്രൊവൈഡിങ് സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് to meet curriculum outcomes, teaching emphasizes the development of values, guides students in their social relationships. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കരിക്കുലം ടോപ്പിക്കുകൾ എടുക്കുക, അതുപോലെ തന്നെ അവർക്ക് എത്രത്തോളം അതിൻ്റെ ഔട്ട്കംസ് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ എന്താണ്? ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. എന്നാൽ അതിന് പുറമെ ടീച്ചിങ് എംഫസൈസസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ്, അതായത് കുട്ടികളിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക, എന്തിൽ അവരുടെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ സോഷ്യൽ റിലേഷൻഷിപ്പിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ടീച്ചറിൻ്റെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, വിത്തൗട്ട് സോഷ്യൽ ഈസ് എൻ ആനിമൽ, അല്ലേ? അപ്പം അത് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പും സോഷ്യലൈസേഷനും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, അതിലേക്ക് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആക്കിയിട്ട് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? കുട്ടികൾ എന്ത് ചെയ്യണം? ഗൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് ടീച്ചിങ്ങിൽ മെയിനായിട്ട് പറയുന്നത്. ഇനി ടീച്ചിങ് എംപ്ലോയ് പ്രാക്ടീസസ് ദാറ്റ് ഡെവലപ്പ് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഇൻ സ്റ്റുഡൻസ്. ഓൾദോ ദി വർക്ക്സ് ഓഫ് ടീച്ചേഴ്സ് ടിപ്പിക്കലി ടേക്ക് പ്ലേസ് ഇൻ എ ക്ലാസ് റൂം സിറ്റിംഗ്, ദ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ് ഈസ് ദി സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ ടീച്ചിങ്. ടീച്ചറിൻ്റെ ബിഹേവിയറിലൂടെയും ഇൻട്രാക്ഷനിലൂടെയും കുട്ടികളിൽ എന്തുണ്ടാക്കിയെടുക്കണം? സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അത് ഗുഡ് ആവാം അല്ലെങ്കിൽ ബാഡ് ആവാം. ഈ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ടീച്ചറിൻ്റെ ഇൻറ്ററാക്ഷൻ എന്തായിരിക്കണം? നല്ല രീതിയിലായിരിക്കണം. എങ്ങനെയുള്ള സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള സെൽഫ് കോൺസെപ്റ്റ് കുട്ടിയിൽ ഉണ്ടാവണമെങ്കിൽ, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ അത് ടീച്ചറിൻ്റെ ഫീഡ്ബാക്കുകളിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയുള്ളതായിരിക്കണം? പോസിറ്റീവായിട്ടുള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് കിട്ടും? കോൺഫിഡൻസ് കിട്ടും, അവരുടേതായിട്ടുള്ള ഒരു പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? അവരിലേക്ക് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന രീതി, പാറ്റേൺ, നമ്മുടെ ബിഹേവിയർ, ഇതൊക്കെ ആ തരത്തിൽ മോഡിഫൈ ചെയ്തെടുക്കുന്നതായിരിക്കണം. അപ്പോൾ ടീച്ചേഴ്സ് എംപ്ലോയ് പ്രാക്ടീസസ് ദാറ്റ് ഡെവലപ്പ് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഇൻ സ്റ്റുഡൻസ്. അതാണ് അതിൽ പറയുന്നത്. ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൽ പ്രൊഫഷനാണ്. എന്താണ് പ്രൊഫഷൻ? The term profession stands for an occupation which requires some specialized study and training, and the purpose of which is generally to provide skilled services and guidance. Profession എന്ന് പറഞ്ഞാൽ അതൊരു ഒക്യുപ്പേഷനാണ്. ആൻഡ് ഇറ്റ് നീഡ്സ് സ്പെഷ്യലൈസ്ഡ് സ്റ്റഡി ആൻഡ് ട്രെയിനിങ്. പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സ്റ്റഡി ആവണം എന്ത്? പ്രൊഫഷൻ എന്ന് പറയുന്നത്. അത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ളതായിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടർ
ഡോക്ടർ എങ്ങനെയാണ് ആവുന്നത്? ഡോക്ടർ അവരൊരു പെർട്ടിക്കുലർ ഏരിയ പഠിച്ചിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, അവർ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻ കിട്ടിയാലേ അത് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള സർവീസുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നൽകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊഫഷൻ എന്ന് പറയാം. It is a paid occupation, especially one that involves prolonged training and a formal qualification. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെയ്ഡ് ഒക്യുപ്പേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, അതിന് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും, ഒരു ഫോർമൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ അടങ്ങുന്നതാണ് എന്ത്, പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇനി ഹലിഡേയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട് പ്രൊഫഷനെ പറ്റിയിട്ടുള്ളത്. എ പ്രൊഫഷൻ ഈസ് ആൻ ഒക്യുപ്പേഷൻ വിത്ത് എ സെറ്റ് ഓഫ് കോമ്പിറ്റൻസി ബേസ്ഡ് ഓൺ നോളജ് acquired through many years of academic training, the goal of its members being a commitment to service guided by a code of ethics. It requires formal qualification, mastery of skills, specialized knowledge and prolonged ട്രെയിനിങ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു സെറ്റ് ഓഫ് കോമ്പിറ്റൻസീസ് ആയിരിക്കും. ഈ കോമ്പിറ്റൻസീസ് എങ്ങനെയാണ് കിട്ടുന്നത്, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങിലൂടെയാണ് അവർക്ക് ആ കോമ്പിറ്റൻസീസ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ആ കോമ്പിറ്റൻസീസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ദ ഗോൾ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ബീങ് എ കമ്മിറ്റ്മെൻറ്റ് ടു സർവീസ് ഗൈഡഡ് ബൈ എ കോഡ് ഓഫ് എത്തിക്സ്. ഒരു കോഡ് ഓഫ് എത്തിക്സിൽ കമ്മിറ്റ് ചെയ്തിട്ട് ആയിരിക്കണം അവരുടെ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്, അവരുടെ മെമ്പേഴ്സ് അതിൽ വർക്ക് ചെയ്യുന്നത്. കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലിലുള്ളവർ എങ്ങനെയാണ് സൊസൈറ്റിയെ സെർവ് ചെയ്യേണ്ടത്, പറയുകയാണെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ എ പ്രൊഫഷൻ, എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, എങ്ങനെയായിരിക്കണം നമ്മൾ അതിൽ ബിഹേവ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് കോഡ് ഓഫ് എത്തിക്സിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അതിൽ എന്ത് ചെയ്യണം, അടങ്ങിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇറ്റ് റിക്വയർസ് എ ഫോർമൽ ക്വാളിഫിക്കേഷൻ, ഒരു ഫോർമൽ ക്വാളിഫിക്കേഷൻ വേണം, നോളജ് വേണം, സ്കില്ല് വേണം, അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് കിട്ടിയതായിരിക്കണം. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഫഷൻ എന്ന് പറയുന്നത്. എ പ്രൊഫഷണൽ ഈസ് എ സ്കിൽഡ് പ്രാക്ടീഷണർ. ഒരു പ്രൊഫഷണൽ എപ്പോഴും എന്തായിരിക്കും, ഒരു സ്കിൽഡ് പ്രാക്ടീഷണർ ആയിരിക്കും. ഇത്രയാണ് ഇതിൽ പ്രൊഫഷനിൽ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, എന്തൊക്കെയാണ് പ്രൊഫഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? എ ബോഡി ഓഫ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് എക്സ്റ്റെൻഡഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഡെഫിനിഷനിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അത് തന്നെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറയാറില്ലേ പ്രൊഫഷണൽ കോഴ്സ് എന്ന് തന്നെ പറയാറില്ലേ. ഇപ്പോൾ ഈ പ്രൊഫഷണൽ കോഴ്സ് ആവുന്ന സമയത്ത് ആ കോഴ്സ് നമ്മുടെ സാധാ നോർമൽ കോഴ്സുമായിട്ടുള്ള വ്യത്യാസം എന്താ, നമുക്ക് ഈ പ്രൊഫഷണൽ കോഴ്സിലാകുമ്പം ഇൻറ്റേൺഷിപ്പ്, ഇപ്പോൾ ബി എഡിൻ്റെ കാര്യം പറയാം, ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്, അത് തന്നെയാണ് അതിനെ ആ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിലേക്ക് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് റെൻഡേഴ്സ് ആൻ എസെൻഷ്യൽ സോഷ്യൽ സർവീസ്. നമുക്കറിയാം സോഷ്യൽ സർവീസ് ഇതിൽ എസെൻഷ്യലായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഡിമാൻഡ്സ് കണ്ടിന്യൂസ് ഇൻ സർവീസ് ട്രെയിനിങ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതിൻ്റെ മെമ്പേഴ്സിന് ഇൻ സർവീസ് ട്രെയിനിങ് എന്താണ്, അത്യാവശ്യമാണ്. അതുപോലെ ഇറ്റ് ഹാസ് എ ക്ലിയർലി ഡിഫൈൻഡ് മെമ്പർഷിപ്പ് ഓഫ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് വിത്ത് എ വ്യൂ ടു സേഫ് ഗാർഡിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പ്രൊഫഷൻ. പ്രൊഫഷൻ്റെ ഇൻട്രസ്റ്റുകൾ സേഫ് ഗാർഡ് ചെയ്യുന്ന തരത്തിലുള്ള മെമ്പർഷിപ്പ് പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം, മെമ്പർഷിപ്പ് എടുക്കും വേണം. ഇറ്റ് ഹാസ് എ ക്ലിയർലി ഡിഫൈൻഡ് മെമ്പർഷിപ്പ് ഓഫ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്ന് പറഞ്ഞാൽ എ കോഡ് ഓഫ് എത്തിക്സ്. ഇറ്റ് ഇൻവോൾവ്സ് അല്ലെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എ കോഡ് ഓഫ് എത്തിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന്. നമ്മളൊരു പ്രൊഫഷനിലായിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്. പിന്നെ ഇറ്റ് സെറ്റ്സ് അപ്പ് ഇറ്റ്സ് ഓൺ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്താണ്, ഇറ്റ് അഷ്യൂർസ് ഇറ്റ്സ് മെമ്പേഴ്സ് എ പ്രൊഫഷണൽ കരിയർ. ഇത് അഷ്യൂർ ചെയ്യുന്നുണ്ട് അതിൻ്റെ മെമ്പേഴ്സിനെ എന്തൊരു പ്രൊഫഷണൽ കരിയർ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രൊഫഷണൽ കരിയർ ഒരു പ്രൊഫഷൻ എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒന്നാണ് ഇറ്റ് ഹാസ് എ ട്രൂത്ത് ആൻഡ് ലോയാലിറ്റി. ട്രൂത്തും ലോയാലിറ്റിയും വേണം. അതുപോലെ അതിനൊരു കുറേ ക്വാളിറ്റീസ് എന്താണ് അത്യാവശ്യമുണ്ട് പ്രൊഫഷന്. ഏതൊക്കെയാണ്, ഹോണസ്റ്റി വേണം, അതുപോലെ തന്നെ ഹംബിൾനെസ് വേണം, അക്കൗണ്ടബിലിറ്റി വേണം, സെൽഫ് റെഗുലേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ക്വാളിറ്റീസ്. ഈ ക്വാളിറ്റീസ് ഇറ്റ് ഷുഡ് ഹാവ് ദ ക്വാളിറ്റീസ് അല്ലേ, ഈ ക്വാളിറ്റീസ് ഒക്കെ ഇതിന് വേണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ശരിയാണ്, ഒരു പ്രൊഫഷൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്, അതിൽ റെസ്പോൺസിബിലിറ്റീസ് വേണം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതുപോലെ സോഷ്യൽ ജസ്റ്റിസും വേണം. പിന്നെ റെഗുലാരിറ്റി ആൻഡ് പങ്ക്ച്വാലിറ്റി. അത് ഏത് പ്രൊഫഷനിലായാലും വേണം നമ്മൾ എന്താണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നൊരു കാര്യം. അതുപോലെ റെഗുലാരിറ്റി.
ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക്, ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ. അടുത്തതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ടീച്ചിങ് എന്താണ് ആസ് എ പ്രൊഫഷൻ. എന്താണ് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ? ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ ലേഡൻ വിത്ത് റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് റിക്വയർസ് എ ഗ്രേറ്റ് ഡീൽ ഫ്രം ദോസ് ഹൂ എൻറ്റർ ഇൻ ടു ഇറ്റ്. ഇതിൽ ഗുഡ്ലാഡിൻ്റെ ഒരു ഡെഫിനേഷനാണ് പറയുന്നത്, ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ. ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഫഷനാണ്, ലേഡൻ വിത്ത് റിസ്ക് ഉണ്ടായിരിക്കും, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും, ദാറ്റ് റിക്വയർസ് എ ഗ്രേറ്റ് ഡീൽ. ആരാണ് അതിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആളുകളിൽ ഒരു ഗ്രേറ്റ് ഡീൽ ഉണ്ടായിരിക്കും അല്ലേ? ഈ റെസ്പോൺസിബിലിറ്റീസും റിസ്ക്കും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഒരു പ്രൊഫഷൻ. ടീച്ചിങ്ങിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ ഇതിലെന്തുണ്ടായിരിക്കും, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ. ഇറ്റ് ഈസ് seen as the noblest profession around the world. It is the career that receives highest respect in the society. Teachers prefer to be identified by their profession. ഇതിൽ പറയുന്നത് എന്താണ്? ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ് നമ്മുടെ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ നോബ്ലസ്റ്റ് പ്രൊഫഷനായിട്ടാണ് കാണുന്നത്. വേൾഡിലെ തന്നെ നോബ്ലസ്റ്റ് പ്രൊഫഷനായിട്ടാണ് നമ്മൾ ടീച്ചിങ് പ്രൊഫഷനെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് എന്ത്? ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം അവരുടെ പ്രൊഫഷനിൽ അല്ലേ? നമ്മൾ ഓരോ ടീച്ചർക്കും ഒരു ഐഡൻറ്റിറ്റിയും ഉണ്ടാവും. ടീച്ചിങ് ദ പ്രൊഫഷൻ ദാറ്റ് ക്രിയേറ്റ്സ് ഓൾ അതർ പ്രൊഫഷൻസ്. ശരിയാണ്, നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ടീച്ചിങ് ദ പ്രൊഫഷൻ ദാറ്റ് ക്രിയേറ്റ്സ് ഓൾ അതർ പ്രൊഫഷൻസ്. എല്ലാ പ്രൊഫഷൻസിനെയും എന്താ പറയുക, മേക്ക് ചെയ്യുന്നത് ടീച്ചിങ് ആണ്. ഏതൊരു പ്രൊഫഷൻ എടുത്താലും അതിൽ ടീച്ചിങ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. വൈ ടീച്ചിങ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രൊഫഷൻ? എന്തുകൊണ്ടാണ് നമ്മൾ ടീച്ചിങ്ങിനെ ഒരു പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്? അതിൽ മെയിനായിട്ട് ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടീച്ചിങ് റിക്വയർസ് എ സൗണ്ട് ബോഡി ഓഫ് നോളജ്. ടീച്ചിങ്ങിന് എന്താണ്? ഒരു സൗണ്ട് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അതായത് ടീച്ചേഴ്സ് ആർ എക്വിപ്ഡ് വിത്ത് സച്ച് എ ബോഡി ഓഫ് നോളജ് ഹാവിങ് ആൻ എക്സ്റ്റെൻസീവ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ദി വേൾഡ് ആൻഡ് ഇറ്റ്സ് കൾച്ചർ ആൻഡ് എ സെറ്റ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് എക്സ്പീരിയൻഷ്യലി ഡിറൈവ്ഡ് ത്രൂ കണ്ടിന്യൂസ് റിസർച്ച് ഇൻ ഓൾ പാർട്സ് ഓഫ് ദി വേൾഡ്. നമ്മുടെ വേൾഡിനെ പറ്റിയിട്ടും കൾച്ചറിനെ പറ്റിയിട്ടും ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടും, അതേപോലെ എ സെറ്റ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്, അതും എങ്ങനെയാണ് ഒരുപാട് റിസർച്ചുകളിലൂടെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസർച്ചുകളിലൂടെ വന്നിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സുകളും ഇതിനൊക്കെ പറ്റിയിട്ട് അറിയുന്ന ഒരു നോളജുള്ള ഇതായിരിക്കും നമ്മളെ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ്, ഇറ്റ് സെർവ്സ് എ ഗ്രേറ്റ് സോഷ്യൽ പേർപ്പസ്. ഇതിന് എന്തുണ്ടായിരിക്കും? ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള സോഷ്യൽ പേർപ്പസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ആ ഒരു സോഷ്യൽ പേർപ്പസിൽ അടങ്ങുന്നതാണ്. നമ്മൾ കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് കുട്ടികളെ അസിസ്റ്റ് ചെയ്യുക, അവർക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ ഇതിൽ അടങ്ങുന്ന ഒന്നാണ്. ഇനി അടുത്ത്, ദർ ഈസ് കോപ്പറേഷൻ അച്ചീവ്ഡ് ത്രൂ എ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ബാൻഡിങ് ടുഗദർ ടു അച്ചീവ് കോമൺലി ഡിസൈഡ് പേർപ്പസസ്. നെക്സ്റ്റ് പോയിൻ്റാണ്, there is a formal period of preparation and a requirement for continuous growth and development. നമുക്കറിയാം, നമ്മൾ BEd എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മളെ ടീച്ചിങ്ങിൻ്റെ BEd എന്ന് പറയുന്നത് എന്താണ്? ടീച്ചർ പ്രിപ്പറേഷൻ പ്രോഗ്രാമാണ്. ആ ഒരു പീരീഡിലൂടെ, ആ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോയിട്ട് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രൊഫഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ടീച്ചിങ് എന്തായാലും എന്താണ്? ഒരു പ്രൊഫഷനാണ്. അതുപോലെ തന്നെ ആ ഒരു പീരീഡിൽ നമുക്ക് നമ്മുടെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ജഡ്ജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോമ്പിറ്റൻസിൻ്റെ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്? അസസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ്, നമ്മൾ സർവീസിലേക്ക് കയറിക്കഴിഞ്ഞാലും നല്ല സർവീസ് ഡെലിവറി ചെയ്യണമെങ്കിൽ എന്താണ്? ടീച്ചേഴ്സിന് കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ്, ദർ ഈസ് എ ഡിഗ്രി ഓഫ് ഓട്ടോണമി അക്കോർഡഡ് ദി പ്രൊഫഷണൽ. നമുക്ക് എന്താണ്? ഒരു ഡിഗ്രി ഓഫ് ഓട്ടോണമി ഉണ്ടായിരിക്കും. ടീച്ചേഴ്സിന് എപ്പോഴും അവരുടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവരുടെ വർക്കിനെ പറ്റിയിട്ട് നല്ല ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് എന്ത് ചെയ്യാറുണ്ട്? കിട്ടാറുണ്ട്. ടീച്ചേഴ്സ് അപ്ലൈ റീസെൻ്റ് ജഡ്ജ്മെൻറ്റ് ആൻഡ് പ്രൊഫഷണൽ ഡിസിഷൻ മേക്കിംഗ് ഡെയിലി ഇൻ ഡയഗ്നോസിസ് എഡ്യൂക്കേഷണൽ നീഡ്സ്, അതുപോലെ തന്നെ പ്രിസ്ക്രൈബിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഇതിലൊക്കെ അവർക്ക് എന്താണ്? സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദ പ്രൊഫഷൻ ഹാസ് കൺട്രോൾ ഓർ ഇൻഫ്ലുവൻസ് ഓവർ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, എത്തിക്കൽ ആൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊഫഷണൽ ഡിസിപ്ലിൻ.
ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ് പ്രൊഫഷണൽസ് ടീച്ചേഴ്സ് ആർ ഗവേൺഡ് ഇൻ ദെയർ പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് വിത്ത് അതർ മെമ്പേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് ദ ജനറൽ പബ്ലിക് ബൈ റൂൾസ് ഓഫ് കണ്ടക്ട്. The code stipulates minimum standard of professional conduct for teachers, but it is not an exhaustive list of such standards. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്പെഷ്യൽ ട്രെയിനിങ് ആൻഡ് പ്രാക്ടീസ്. തീർച്ചയായിട്ടും നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടീസും കിട്ടുന്നുണ്ട്. സോ ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ മൾട്ടി സ്കിൽ ആക്ടിവിറ്റിയാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് അടങ്ങുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇറ്റ് ക്രിയേറ്റ്സ് ഓൾ പ്രൊഫഷണൽസ്. പിന്നെ ഇറ്റ് റിക്വയർസ് കണ്ടിന്യൂസ് അപ്ഡേറ്റിംഗ് ഓഫ് വൺസ് നോളജ്. കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഇത് ഒരാളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യണം. നമുക്കറിയാം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ ബുക്കിഷ് നോളജ് മാത്രം പഠിക്കുന്നതല്ല, അതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേഞ്ചിങ് സിനാരിയോ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് എംഫസൈസ് പങ്ക്ച്വാലിറ്റി ആൻഡ് റെഗുലാരിറ്റി. തീർച്ചയായിട്ടും പങ്ക്ച്വാലിറ്റിയും റെഗുലാരിറ്റിയും നമുക്കിതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാരക്ടർ ഫോക്കസ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ റിജിഡ് ആയിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. ഹൈ സ്റ്റാറ്റസ് ആൻഡ് ഡിഗ്നിറ്റിയും ഇതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് പറയാം, ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊഫഷനാണ്. അതുമാത്രമല്ല നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ ടീച്ചേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽ ബിഹേവിയർ, അപ്പിയറൻസ് ആൻഡ് ഔട്ട്ലുക്ക്. ടീച്ചേഴ്സിന് എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ബിഹേവിയർ വേണം. അതുപോലെ തന്നെ അപ്പിയറൻസും ഔട്ട്ലുക്കും ബോഡി ഓഫ് ലാംഗ്വേജും ഒക്കെ കൃത്യമായിരിക്കണം, ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. അതുപോലെ ഗുഡ് ലുക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാരക്ടറിൻ്റെ ബേസിലും കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ വാല്യൂസ്, കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് പ്രൊഫഷണൽ എത്തിക് ദാറ്റ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയേഴ്സ് ടുവാർഡ്സ് സ്റ്റുഡൻസ്, ഫാമിലീസ്, കൊളീഗ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് മസ്റ്റ് ബി ദർ ഇൻ ടീച്ചേഴ്സ്. അതുപോലെ ദി മസ്റ്റ് ഹാവ് പ്രൊഫഷണൽ ഗ്രോത്ത്. അവർക്ക് എന്ത് വേണം, പ്രൊഫഷണൽ ഗ്രോത്ത് എന്തായാലും വേണം. അതുപോലെ തന്നെ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. എപ്പോഴും ടീച്ചർ എന്താണ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഈ ഒരു പ്രൊഫഷനിൽ പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇത്രയാണ് ടീച്ചിങ് ആസ് എ പ്രൊഫഷനിൽ പറയുന്നത്. ഇനി അടുത്തത്, ഹൂ ഈസ് എ പ്രൊഫഷണൽ ടീച്ചർ? ആരാണ് ഒരു പ്രൊഫഷണൽ ടീച്ചർ? possesses reasonably sufficient level of mastery over the content of the subject of the teacher. തീർച്ചയായും സബ്ജക്റ്റിൽ അവരുടെ സബ്ജക്റ്റ് കണ്ടൻറ്റിൽ മാസ്റ്റർ ആയിട്ടുള്ള ആളുകളാണ് ഒരു പ്രൊഫഷണൽ ടീച്ചർ എന്ന് പറയുന്നത്. മാസ്റ്ററി എടുക്കുന്ന ആളുകളെയാണ് നമ്മൾ പ്രൊഫഷണൽ ടീച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇനി കണ്ടിന്യൂസ്ലി ട്രൈസ് ടു അപ്ഡേറ്റ് ഈസ് നോളജ് ത്രൂ സെൽഫ് സ്റ്റഡി. എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നോളജ് അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾ ഒരു പ്രൊഫഷണൽ ടീച്ചറാണ്. അതുപോലെ ഈസ് എ കീൻ ഒബ്സർവർ. ഒരു നല്ല ഒബ്സർവർ ആയിരിക്കണം കുട്ടികളുടെ ബിഹേവിയറിനെയും അതുപോലെ അവരുടെ സ്കൂളിലുള്ളവരുടെ ബിഹേവിയറും ഔട്ട്സൈഡ് സ്കൂളിലുള്ള ബിഹേവിയറിനെയും ഒബ്സർവ് ചെയ്യുന്ന ഒരു കീൻ ഒബ്സർവർ ആയിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ഈസ് കമ്മിറ്റഡ് ടു ടീച്ചിങ് പ്രൊഫഷൻ ആൻഡ് ട്രൈസ് ടു കോൺട്രിബ്യൂട്ട് ടുവാർഡ്സ് ഇറ്റ്സ് ഫർദർ ഡെവലപ്മെൻറ്റ് ദാൻ ഹെർ ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ്. അതുപോലെ നെക്സ്റ്റ് ഒരു പോയിന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ ടീച്ചിങ് പ്രൊഫഷനോട് കമ്മിറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം. അതിൽ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കണം അതിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ടത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈസ് വെൽ അവെയർ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി പ്രൊഫഷൻ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈസ് വെൽ അവെയർ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി പ്രൊഫഷൻ. നമ്മുടെ പ്രൊഫഷൻ്റെ ഡ്യൂട്ടീസിനെയും റെസ്പോൺസിബിലിറ്റിയെയും പറ്റിയിട്ടും നല്ല അവെയർ ആയിരിക്കണം. ആൻഡ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ടു ദി സ്റ്റുഡൻസ് ആൻഡ് ഈസ് ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് ദം ഇൻ സോൾവിങ് ദെയർ പ്രോബ്ലംസ്. ഏറ്റവും അത്യാവശ്യമാണ് എപ്പോഴും നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഗൈഡൻസും കൗൺസിലിങ്ങും കൊടുത്തുകൊണ്ടേയിരിക്കണം. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അത് എന്തായാലും അവരിൽ എത്തിച്ചേരണം. മാത്രമല്ല അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മളായിരിക്കണം ഫസ്റ്റ് അവിടെ അവരെ എന്ത് ചെയ്യാൻ വേണ്ടത്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടത്. അത്തരത്തിലുള്ളൊരു ടീച്ചറായിരിക്കണം നമ്മൾ. ഇനി അടുത്തത്, possess a fair amount of expertise in various professional tasks such as teaching, testing, curriculum making, textbook writing, preparing, ടീച്ചിങ് എയ്ഡ്സ്. ഇതിലൊക്കെ നമുക്ക് എന്താണ് കുറച്ച് എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ആളുകളായിരിക്കണം നമ്മൾ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. നെവർ മേക്ക് പ്രോബ്ലംസ് അഗെയിൻസ്റ്റ് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദി അസോസിയേഷനിലുള്ള മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പ്രോബ്ലംസ് ഒന്നും മേക്ക് ചെയ്യരുത്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എത്തിക്സുകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മാറണം. ഇത്രയാണ് ടീച്ചിങ് ആസ് എ പ്രൊഫഷനിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പം താങ്ക് യു.